ഹായ് മക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗമായ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചില സമാന്തര ശ്രേണികളിലെ 2 സ്ഥാനങ്ങളിലെ പദങ്ങൾ ചുവടെ നൽകിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുക. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്? അതിലൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒന്നാം പദം 5, 10ാം പദം 23. അപ്പം നമുക്ക് ആകെ തന്നിട്ടുള്ളത് ഒന്നാം പദം 5ഉം 10ാം പദം 23 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതണം. അപ്പം നമുക്കത് ഓരോ ചോദ്യങ്ങളും എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒന്നാം പദം 5, 7ാം പദം 23. മൂന്നാമത്തെ ചോദ്യം 5ാം പദം 10, 10ാം പദം 5. നാലാമത്തെ ചോദ്യം 8ാം പദം 2, 12ാം പദം 8. ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഒന്നാമത്തെ ചോദ്യം പരിഗണിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒന്നാം പദം 5, 10ാം പദം 23. അപ്പം നമുക്ക് എത്രയാണ്? ഒന്നാം പദം സമം 5 അല്ലേ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? 10ാം പദം അല്ലേ. 10ാം പദം സമം എത്രയാണ് തന്നിട്ടുണ്ട്? 23 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് വേണം ഇവിടുന്ന്? ഇത് വെച്ചുകൊണ്ട് നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസത്തിന് നമുക്ക് ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചത്? ഡി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് അല്ലേ. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പദവ്യത്യാസം ഹരിക്കണം സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ഹരിക്കണം സ്ഥാനവ്യത്യാസം. പദവ്യത്യാസത്തിന് സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. അപ്പോൾ ഇവിടെ പദങ്ങളുടെ വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പോകുന്നത്? 23 5 കുറക്കാം. 23 കുറക്കണം 5 ബൈ പിന്നെന്താണ്? 10 കുറക്കണം 1. അങ്ങനെയാണ് 23 പദങ്ങളുടെ വ്യത്യാസം. 23 കുറക്കണം 5 ബൈ 10 കുറക്കണം 1. 23 5 കുറച്ചാൽ എത്ര കിട്ടും? ഉത്തരം 18 അല്ലേ. 18 ബൈ 9. അതായത് 10 കുറക്കണം 1 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 9 ആണ്. അപ്പോൾ 18നെ 9 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എത്ര കിട്ടും? 2 ആണ്. 18ന് 9 18ൽ 2 പ്രാവശ്യം. അപ്പോൾ 18 ബൈ 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഉത്തരം 2 ആണ്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി അല്ലേ. പൊതുവ്യത്യാസം കിട്ടിയാൽ ഇനി എന്ത് വേണം? ആദ്യ പദം അല്ലേ. ആദ്യ പദം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ആദ്യ പദത്തിൽ നമ്മൾ എന്താണ് എഴുതിയത്? എഫ് എന്നാണ് അല്ലേ. അപ്പോൾ ആദ്യ പദം എത്രയാണ്? 5. ഇനി നമുക്ക് നമ്മുടെ ബീജഗണിത രൂപത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള അല്ലെ ആ സമവാക്യം എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു അത്? xn സമം an കൂട്ടണം b ആണ് അല്ലേ. ഇനി നമുക്ക് a എന്താണ്? a സമം d ആണ് അല്ലേ. അതെത്രയാണ്? 2. ഇനി b നോക്കാം. b സമം എന്താണ്? എഫ് കുറക്കണം ഡി അല്ലേ. എഫ് എന്തായിരുന്നു? എഫ് 5. 5 ഡി എത്രയാണ്? 2. 5 2 കുറച്ച് ഉത്തരം 3. അപ്പം നമുക്ക് ബി എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. അപ്പം എത്ര കിട്ടും? xn സമം അല്ലേ എന്താണ്? എ എത്രയാണ്? 2. 2n കൂട്ടണം 3. അപ്പം ഇതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എത്രയാണ്? 2n കൂട്ടണം 3. അപ്പം ഇത്ര എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാം പദം സമം 5, 7ാം പദം സമം 23. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുന്നതെന്ന് നോക്കാം. പദവ്യത്യാസം സമം അല്ലേ. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അപ്പം പദവ്യത്യാസം എത്രയാണ്? 23 കുറക്കണം 5 ബൈ സ്ഥാനവ്യത്യാസം 7 കുറക്കണം 1. 23 5 പോയാൽ 18. 7 1 പോയാൽ 6. ഉത്തരം എത്രയാണ്? 18 ബൈ 6 എന്ന് പറഞ്ഞാൽ ഉത്തരം 3 ആണ്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? xn അതായത് ബീജഗണിത രൂപം xn സമം an കൂട്ടണം b. ഇതാണ് നമ്മുടെ ബീജഗണിത രൂപത്തിൻ്റെ അല്ലെങ്കിൽ ബീജഗണിത വാചകത്തിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എ എന്താണ്? എ സമം ഡി ആണ് അല്ലേ. അത് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 3 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെയോ
ബി സമം എഫ് കുറക്കണം ഡി അല്ലെ. എഫ് എത്രയാണ്? ആദ്യ പദം 5. 5ന്ന് 3 കുറക്കണം. അപ്പോൾ ഉത്തരത്തിലാണ് 2. അപ്പം നമുക്കത് ഇവിടെ കൊടുത്താൽ എന്ത് കിട്ടും? 3n കൂട്ടണം 2. അപ്പം ഈ ചോദ്യത്തിന്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്തായിരിക്കും? 3n കൂട്ടണം 2 ആയിരിക്കും. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? 5ാം പദം അല്ലെ. 5ാം പദം സമം 10. അതുപോലെ തന്നെ 10ാം പദം സമം 5. ഡി എന്തായിരിക്കും ഇവിടെ? 5 കുറക്കണം 10, പിന്നെയോ 10 കുറക്കണം 5. 5 കുറക്കണം 10 ബൈ 10 കുറക്കണം 5. 5 കുറക്കണം 10 ഇവിടെ എന്ത് വരും? -5 ആണ് വരുന്നത്. കാരണം വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക, എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. തായോ 10 5 പോയാലും ഉത്തരത്തിലാണ് 5. അപ്പം നമുക്ക് -5/5 എന്നാണ് കിട്ടി. -5/5 എന്ന് പറഞ്ഞാൽ 5/5 തന്നെ ഉത്തരം 1 ആണ്. നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? -1 ആണ് അല്ലേ. xn സമം ബീജഗണിത രൂപം അല്ലേ. an കൂട്ടണം b. എത്രയാണ്? a സമം d ആണ്. അത് എത്രയാണ്? -1 ആണ്. പിന്നെയോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എന്തില്ല ഇവിടെ? നേരത്തെ ആദ്യ പദം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല? ആദ്യ പദം തന്നിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ ആദ്യ പദം കണ്ടുപിടിക്കണം. ആദ്യ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യ പദത്തിൽ നമുക്ക് എഫ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ആദ്യ പദം എന്ന് പറഞ്ഞാൽ എത്രാം പദം തന്നിട്ടില്ല? 5ാം പദം തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 10. 5ാം പദത്തിൽ നിന്നും 4 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1ാം പദം കിട്ടും. അപ്പം 10 കുറക്കണം അല്ലെ. 10 കുറക്കണം 4 ഗുണിക്കണം ഡി എത്രയാണ്? -1 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 10 -4നെ -1 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം +4 ആയിരിക്കും. -4നെ -1 കൊണ്ട് ഗുണിച്ചാൽ എന്താണ്? ഉത്തരം പോസിറ്റീവ് ആണ്. കാരണം 2 നെഗറ്റീവ് ഗുണിച്ചാൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 10 കൂട്ടണം 4 എന്ന് കിട്ടി. അപ്പോൾ ഉത്തരത്തിലാണ് 14 അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? എഫ് 14 എന്ന് കിട്ടി. നമുക്കിവിടെ കൊടുക്കാം ബി സമം എഫ് എന്ന് ഡി കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 14ന്ന് കുറക്കണം -1. ശ്രദ്ധിക്കേണ്ട, 2 പ്രാവശ്യം ഉണ്ട് അല്ലേ. 2 നെഗറ്റീവ് ചിഹ്നമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അത് നെഗറ്റീവ് ഗുണിക്കണം നെഗറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് വരും? 14 -1ന്ന് -1 ആയാൽ നെഗറ്റീവ്, അതായത് 14 കുറക്കണം -1. അപ്പോൾ 14 കൂട്ടണം 1 എന്നായിട്ട് മാറും. എന്താണ്? 14 കുറക്കണം -1 എന്ന് പറഞ്ഞാൽ ഉത്തരം എന്തായിട്ട് മാറും? 14 കൂട്ടണം 1 ആയിട്ട് മാറും. ഉത്തരത്തിലാണ് 15 എന്ന് കിട്ടി. ഉത്തരത്തിലാണ് കിട്ടിയത് 15. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ? xn സമം an കൂട്ടണം b അല്ലേ. സമം a എത്രയാണ് ഇവിടെ? -1. -1n കൂട്ടണം 15. എത്രയാണ് ഉത്തരം? -1n കൂട്ടണം 15 എന്ന് കിട്ടി. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ അറിയേണ്ടത് എന്താണ്? ഈ സ്ഥാന വ്യത്യാസം അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിന് സ്ഥാന വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഏത്? പൊതുവ്യത്യാസം എന്ന് മനസ്സിലായാൽ പദവ്യത്യാസത്തിന് സ്ഥാന വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പൊതുവ്യത്യാസം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എളുപ്പത്തിൽ കാണാൻ പറ്റും.